الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمد الله سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فلذلك فادع واستقم كما أمرت ولا تتبع أهواءهم وقل آمنت بما أنزل الله من كتاب وأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم الله يجمع بيننا وإليه المصير. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ചു ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യരായ നമുക്ക് നമ്മുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും
ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവന്റെ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തയക്കുകയും അവർ വഴി വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ മഹാന്മാരായ പ്രവാചകന്മാരെ അല്ലാഹു ഏൽപ്പിച്ചതായി വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്ന ദൗത്യം, ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ മാർഗദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ അല്ലാഹുവിന്റെ ദീനിനെ ഇഖാമത്ത് ചെയ്യുക എന്ന ലക്ഷ്യമാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലൂടെയും മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യം വളരെ സ്പഷ്ടമായി ഭിന്നതകൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഭൂമിയിൽ സ്ഥാപിതമാവേണ്ടുന്ന അല്ലാഹുവിന്റെ ജീവിത പദ്ധതിയുടെ, അല്ലാഹു നിശ്ചയിച്ച ജീവിത വ്യവസ്ഥയുടെ അടിസ്ഥാനമായി വർത്തിക്കേണ്ടുന്ന മൂല്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് നീതി എന്ന് പറയുന്ന മൂല്യമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ചും അവർക്ക് കിതാബുകൾ അവതരിപ്പിച്ചു കൊടുത്തതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിക്കുമ്പോൾ വലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, നമ്മുടെ ദൂതന്മാരെ, നമ്മുടെ പ്രവാചകന്മാരെ നാം വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടെ നിയോഗിച്ചിട്ടുള്ളത്, അയച്ചിട്ടുള്ളത്. മാത്രമല്ല വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ, അവരോടൊപ്പം വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനത്തിനുള്ള, ധർമ്മം അധർമ്മം ഇവ തമ്മിൽ വേർതിരിക്കാനുള്ള, നീതിയും അനീതിയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ത്രാസും അതിനുള്ള ഒരു മാനദണ്ഡവും അവർക്കൊപ്പം നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നാം ചെയ്തിട്ടുള്ളത് അടിസ്ഥാനപരമായി ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നത് അല്ലാഹു വ്യക്തമാക്കുന്നത് ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചതിന്റെയും വേദഗ്രന്ഥങ്ങൾ അവർക്കൊപ്പം അവതരിപ്പിച്ചു കൊടുത്തതിന്റെയും ആ ദീൻ വഴി മനുഷ്യരെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ചതിന്റെയും ഒക്കെ അടിസ്ഥാനപരമായ കാരണമായി വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് ജനങ്ങളുടെ ജീവിതം നീതിയിലധിഷ്ഠിതമായി നിലനിൽക്കാൻ വേണ്ടിയാണ് എന്ന കാര്യം. അതുകൊണ്ട് നീതി എന്ന മൂല്യം ഇസ്ലാമിൽ കോംപ്രമൈസ് ഇല്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സ്വഭാവ ഗുണമാണ്, അല്ലെങ്കിൽ ഒരു ജീവിത മൂല്യമാണ് എന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രകടമായ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്ന്, റസൂൽ നിരന്തരമായി മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ ഒന്ന് നീതിയാണ് എന്ന് മനസ്സിലാക്കുകയും നീതിബോധമുള്ളവരായി മാറുകയും ആ
നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സകല അക്രമങ്ങളെയും അന്യായങ്ങളെയും ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള കഠിന പ്രയത്നം പ്രവാചകന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുക. ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വലിയ അനീതികളെ കുറിച്ചാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുകയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ വിചാരങ്ങളിലേക്ക് വരികയും ചെയ്യുക. ആ അനീതികളൊക്കെയും അനീതി തന്നെയാണ്. ആ അക്രമങ്ങളൊക്കെയും അക്രമങ്ങൾ തന്നെയാണ്. അതൊക്കെയും ഇസ്ലാം വിഭാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ഇസ്ലാം അശേഷമായി ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അനീതിയിൽപ്പെട്ടത് തന്നെയാണ്. പകരം നീതി സ്ഥാപിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പലപ്പോഴും അത്തരം അനീതികൾക്ക് മുമ്പിൽ, നീതികേടുകൾക്ക് മുമ്പിൽ നിസ്സഹായരായി നിൽക്കാനാണ് നമുക്ക് പലപ്പോഴും കഴിയുക എന്നത് നമ്മുടെ ഒരു പരിമിതിയാണ്. പക്ഷേ പരിമിതികളില്ലാത്ത വിധം നമ്മുടെയൊക്കെ സൂക്ഷ്മമായ ജീവിതങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കടന്നു വരേണ്ടുന്ന നീതിബോധം നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന, നമുക്ക് അധികാരമുള്ള, നമുക്ക് സാധ്യതയുള്ള മേഖലകളിൽ നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന അനീതിയുടെയും അതേപോലെ തന്നെ അക്രമത്തിന്റെയും അന്യായത്തിന്റെയും മേഖല വളരെ വിശാലമാണ് എന്ന് മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്. ചെറുതും വലുതുമായി ധാരാളക്കണക്കിന് അനീതികൾ ഈ ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് പൊതുവിൽ നമ്മൾ വിചാരിച്ചാൽ പോലും സൂക്ഷ്മാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അദ്ല് എന്ന് പറയുന്ന മൂല്യത്തെ നടപ്പിലാക്കുവാൻ, അത് സാക്ഷാത്കരിക്കാൻ സാധ്യമാകാത്ത പരാജിതരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത് എന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സൂചനകൾ സവിശേഷമായി നൽകാനാണ് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റബീഉൽ അവ്വൽ സന്ദർഭത്തിൽ പ്രവാചക സ്മരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ, പ്രവാചക ജീവിതത്തിന്റെ ആ ഒരു വശത്തെ ഉയർത്തി കാണിക്കുന്ന വിധത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് ഇസ്ലാമിക പ്രസ്ഥാനം കേരളത്തിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. നീതി എന്ന് പറയുന്നത് എല്ലാ തലത്തിലും ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് തുടങ്ങുന്നതാണത്. തന്റെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് താൻ നീതി പുലർത്തേണ്ടുന്ന പല ഘടകങ്ങളും ചേർന്നതാണ് തന്റെ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നേർക്കുനേർ അറിയാവുന്ന കാര്യമാണ്, വളരെ പ്രകടമായ കാര്യമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് കേവലമായ ഒരു ഭൗതിക ശരീരത്തിന്റെ പേരല്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മറിച്ച് ആ ശരീരത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണുകൊണ്ടുണ്ടാക്കിയ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യക്കോലത്തിൽ ഊതിയ അല്ലാഹുവിന്റെ റൂഹ്, ആ റൂഹിന്റെ ഒരംശം ഉള്ളതുകൊണ്ടാണ് ഈ ഭൗതിക ശരീരം ഇങ്ങനെ ചലിക്കുകയും ഇതെങ്ങനെ ചിന്തിക്കുകയും ഇതിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഈ ശരീരത്തിന് അനക്കം നൽകാനുള്ള, ഈ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്ന കാര്യം ഇതിനകത്തുള്ള റൂഹിന്റെ അംശമാണ്, ആത്മാവിന്റെ അംശമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു മനുഷ്യൻ അന്യായം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖല ഒന്നുകിൽ ആത്മാവിനെ അവഗണിച്ചുകൊണ്ട്, ആത്മാവിനോട് അനീതി കാണിച്ചുകൊണ്ട് ഭൗതിക ശരീരത്തിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അനീതിയാണ്. ആ അനീതിയെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നേരെ തിരിച്ചുള്ള കാര്യവും ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഭൗതിക ശരീരത്തിന്റെ താല്പര്യങ്ങളെ, അനിവാര്യ താല്പര്യങ്ങളെ പരിഗണിക്കാത്ത വിധമുള്ള ആത്മീയ ജീവിതം, ആരാധനാ ജീവിതം എന്നത് ഇസ്ലാം വിലക്കുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് ആത്മാവിനെ അവഗണിക്കുന്നതിനെ സംബന്ധിച്ച് ആ ആത്മാവിന് ചില അവകാശങ്ങളുണ്ട്. അത് അനിവാര്യമായും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന ആരാധനകളിലൂടെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ശരീരത്തിന് വിശക്കുന്നത് പോലെ, ശരീരത്തിന് ദാഹിക്കുന്നത് പോലെ, ശരീരത്തിന് ചില അനിവാര്യമായ താല്പര്യങ്ങളും വികാരങ്ങളും ഉള്ളതുപോലെ തന്നെ
ആത്മാവിനും വിശക്കുമെന്ന്, ആത്മാവിനും ദാഹിക്കുമെന്ന്. പക്ഷേ ആത്മാവിന്റെ വിശപ്പും ദാഹവും ഭക്ഷണപാനീയങ്ങൾ കൊണ്ടല്ല ഒടുക്കാനാവുക, മറിച്ച് അത് ആരാധനകൾ കൊണ്ടാണ്, അത് ദിക്റുകൾ കൊണ്ടാണ്, പ്രാർത്ഥനകൾ കൊണ്ടാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും സവിശേഷമായ ഒരു അധ്യാപനം. എന്ന് കരുതി ആത്മീയതയുടെ ആ ചോദനകളെ, ആ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള നമ്മുടെ അഭിനിവേശത്തിന്റെ മാർഗത്തിൽ നമ്മൾ നമ്മുടെ ഭൗതിക ശരീരത്തെ, ഭൗതികമായ നമ്മുടെ ചില താല്പര്യങ്ങളെ, ആവശ്യങ്ങളെ അവഗണിക്കാൻ പാടില്ല എന്നതും ഇസ്ലാമിന്റെ ഒരു അധ്യാപനമാണ്. അങ്ങനെ ആത്മീയതയുടെ കാര്യത്തിൽ അനാവശ്യമായ കാർക്കശ്യം പുലർത്തിയ മുൻകാല സമൂഹത്തോട്, വേദക്കാരോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, ഖുൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും. വേദക്കാരെ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ, അതിന്റെ മതപരമായ മേഖലയിൽ നിങ്ങൾ കാർക്കശ്യം പുലർത്തരുത്, നിങ്ങൾ അതിരുവിടരുത് എന്ന നിർദ്ദേശം ദീനിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് അതിന്റെ വ്യത്യസ്ത തലങ്ങളെ പരിശോധിച്ചാൽ അതിലെല്ലാറ്റിനെയും ഒരേപോലെ പരിഗണിക്കുക, ഓരോന്നിനെയും വെക്കേണ്ടടുത്ത് വെക്കുക, ഓരോന്നിനും കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ കൊടുക്കുക. അതാണ് ശരിക്കും നീതി എന്ന് പറയുന്നത്. നീതിയുടെ ഏറ്റവും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ അവകാശിക്കും, അവകാശമുള്ള ഓരോന്നിനും അതതിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേലൊപ്പ് ചാർത്തുകയും ചെയ്തിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നീതിയുടെ അടിസ്ഥാനമായി പരിഗണിക്കേണ്ടുന്ന നസ്സാണ്. ഇന്ന ലിബദനിക അലൈക ഹഖ്ഖ വ ഇന്ന ലിഅഹ്ലിക അലൈക ഹഖ്ഖ വ ഇന്ന ലിഐനിക അലൈക ഹഖ്ഖ ഫഅതി കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖഹു. ആരാധനയുടെ പേരും പറഞ്ഞ് ശരീരത്തെ അവഗണിക്കാൻ പാടില്ല, ഉറക്കിനെ അവഗണിക്കാൻ പാടില്ല, അതേപോലെ തന്നെ കുടുംബത്തെ അവഗണിക്കാൻ പാടില്ല, സന്താനങ്ങളെ അവഗണിക്കാൻ പാടില്ല എന്ന പാഠമാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത്. നിന്റെ ശരീരത്തിന് നിന്നിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില അവകാശങ്ങളുണ്ട്, നിന്റെ കണ്ണിന് നിന്നിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില അവകാശങ്ങളുണ്ട്, നിന്റെ അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിന്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മക്കൾക്ക് നിന്നിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ചില അവകാശങ്ങളുണ്ട്. അവകാശമുള്ള ഓരോരുത്തർക്കും ഓരോന്നിനും അതിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം എന്ന് സൽമാൻ പഠിപ്പിച്ചതിനെ തെറ്റായി മനസ്സിലാക്കി ഇതെന്റെ മതപരമായ അധികാരത്തിൽ എനിക്ക് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള എന്റെ അവകാശത്തിൽ സൽമാൻ കൈകടത്തിയതാണ് എന്ന പരാതിയുമായി അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. എന്റെ ഒരു ദിവസം കൊളമാക്കി, എന്റെ നോമ്പ് മുടക്കി, എന്റെ രാത്രി നമസ്കാരം മുടക്കി, എന്റെ ദിക്റുകളും പ്രാർത്ഥനകളും മുടക്കി. സൽമാൻ വന്നിട്ട്, വിരുന്ന് വന്ന സൽമാൻ ഇതൊക്കെ മുടക്കിക്കളഞ്ഞു എന്ന പരാതിയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പറഞ്ഞത്. അബൂദർദാ വളരെ ആവേശത്തിൽ ആ പരാതിയുമായിട്ട് റസൂലിന്റെ അടുത്ത് വന്നത് റസൂൽ അതിനൊരു മറുവാക്ക് പറയും എന്ന് കരുതിയിട്ടാണ്. പക്ഷേ റസൂൽ എല്ലാം കേട്ടതിന് ശേഷം സ്വദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് അതിന്മേൽ മേലൊപ്പ് ചാർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സൂക്ഷ്മമായ ജീവിതത്തിന്റെ ഇത്തരം ധാരാളം തലങ്ങൾ വ്യക്തി ജീവിതത്തിൽ, പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുപ്രധാനമായ ചില പാഠങ്ങളുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് സഫിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പാചകം ചെയ്തുണ്ടാക്കി കൊടുത്തയച്ച ഭക്ഷണപാത്രം കണ്ടിട്ട് അസൂയ വരികയും ദേഷ്യം വരികയും പാത്രം തട്ടിത്തെറിപ്പിക്കുകയും ചെയ്ത് പാത്രം പൊട്ടിപ്പോയ ചരിത്രം. ഉമ്മുക്കും ആയിഷ, നിങ്ങളുടെ ഉമ്മ ആയിഷക്ക് പിരികയറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തെ അഡ്രസ് ചെയ്തത്. റസൂൽ വളരെ അങ്ങേയറ്റത്തെ വിവേകം പുലർത്തിക്കൊണ്ട് ആ സന്ദർഭത്തെ മാനേജ് ചെയ്തു. പക്ഷേ അതിനൊടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു. താഴെ വീണ ഭക്ഷണം തിരിച്ച് ചേർത്ത് വെച്ച ആ പാത്രത്തിലേക്ക് വെച്ചു. എന്നിട്ട് വീട്ടിലുള്ളവരോട് അത് കഴിക്കാൻ വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. പക്ഷേ ഒടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ത്വആമുൻ ബിത്വആമിൻ വ ഇനാഉൻ ബിഇനാ.
ഭക്ഷണത്തിന് പകരം ഭക്ഷണം, പാത്രത്തിന് പകരം പാത്രം. ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് പൊട്ടാത്ത പാത്രമെടുത്ത് സഫിയ്യയുടെ വീട്ടിലേക്ക് കൊടുത്തയക്കുകയും പൊട്ടിയ പാത്രം ആയിഷയുടെ വീട്ടിൽ വെക്കുകയും ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, പകരത്തിന് പകരമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തിലൂടെ പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരിക്കൽ ബഷീർ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബഷീർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. സംഭവത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാൾ അവരുടെ മകന് സവിശേഷമായ ഒരു സമ്മാനം കൊടുക്കാൻ, കുറച്ച് സ്വത്ത് തന്റെ മകന് ഹദിയയായി കൊടുക്കാൻ ഭർത്താവിനെ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ അതിന് സമ്മതം മൂളി ബഷീർ റളിയല്ലാഹു അൻഹു തന്റെ മകന് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു, സ്വത്ത് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ തീരുമാനമുണ്ടായപ്പോൾ അത് മാത്രം പോരാ, ഭാര്യയ്ക്ക് വെറുതെ കൊടുത്താൽ പോരാ, സാക്ഷികൾ ഉണ്ടാകണം, റസൂലിനെ തന്നെ സാക്ഷി നിർത്തണം എന്നവർ തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ബഷീർ റളിയല്ലാഹു അൻഹു കാര്യം ഉന്നയിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മക്കളിൽ ഒരാൾക്ക് ഒരു സ്വത്ത് ദാനമായി കൊടുക്കാൻ, ഇഷ്ടദാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ മറ്റു മക്കൾക്കും നീ ഇങ്ങനെ ദാനം കൊടുക്കുന്നുണ്ടോ, ഇഷ്ടദാനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇല്ല, ഇവന് മാത്രമായിട്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ ഞാനല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾ സാക്ഷി നിർത്തിക്കൊള്ളുക എന്ന് മാത്രമല്ല, അതുരീദു അൻ തുശ്ഹിദനി അലാ ജൗരിൻ, ഒരന്യായത്തിന്, ഒരനീതിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സാക്ഷിയാക്കാനാണോ നീ വന്നത് എന്ന് വളരെ ശക്തമായി അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് റസൂൽ പ്രഖ്യാപിച്ചു, ഇഅ്ദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള സമീപനത്തിൽ നീതി പുലർത്തണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അനാഥ മക്കളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം, അനാഥ മക്കളുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ, ആശങ്കയുണ്ടെങ്കിൽ, അതിനുള്ള പരിഹാരമായി അള്ളാഹു നിർദ്ദേശിക്കുന്നു, എങ്കിൽ നിങ്ങൾ 1, 2, 3, 4 ഒക്കെ വിവാഹം കഴിച്ചുകൊള്ളുക. അവരുടെ സംരക്ഷണത്തിൽ അവരോട് നീതി പുലർത്താൻ കഴിയില്ലെന്ന ഭയമുണ്ടെങ്കിൽ, അവരോട് നീതി പുലർത്താൻ കഴിയണമെങ്കിൽ അവരുടെ ഉമ്മമാരായ വിധവകളെ കൂടെ നിർത്തണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ, അത് താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവരെ കൂടി വിവാഹം കഴിക്കുക. അവിടെ അനാഥ മക്കളുടെ സംരക്ഷണത്തിലുള്ള അനീതി സംഭവിക്കുന്നതിനെ തടയാൻ വലിയൊരു നിയമം ഇസ്ലാം മുന്നോട്ട് വെച്ചു. അത് അതുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അതേസമയത്ത് ബഹുഭാര്യത്വത്തിന്റെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രം അതിനെ മെനക്കെടുക, അല്ലെങ്കിൽ അതിന് സന്നദ്ധമാവുക എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും ഒന്നിലധികം വിവാഹം കഴിച്ചവരുടെ ഭാഗത്തു നിന്ന് ഭാര്യമാരോട് ഭൗതികമായ കാര്യങ്ങളിൽ ഒരർത്ഥത്തിലും, ചെലവിന്റെ കാര്യത്തിൽ, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരർത്ഥത്തിലുമുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഞാൻ പറയുന്നത്. അക്കാര്യത്തിൽ മാത്രമല്ല, ഇസ്ലാം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉടനീളം നീതിയെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്, എവിടെയൊക്കെ കൊണ്ടുപോയാണ് ഇസ്ലാം നീതി എന്ന് പറയുന്ന മൂല്യത്തെ സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സാമ്പത്തിക ഇടപാടുകളിലേക്ക് വന്നാൽ നീതിയുടെ ഉന്നതമായ പാഠങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സൂക്ഷ്മമായ തലങ്ങളിൽ വരെ നമുക്കത് പ്രകടമാകുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ ദൈൻ എന്ന് പേരിട്ട് വിളിക്കുന്ന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്ത് എന്ന് പറയുന്നത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കടബാധ്യതകൾ എഴുതി വെക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുന്നിടത്ത്, കടബാധ്യത എഴുതി വെക്കുന്ന വലിയായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായതുകൊണ്ട്, അവന്റെ ഒരു സാമ്പത്തിക ബാധ്യത എഴുതി വെക്കാൻ അവന് പ്രാപ്തിയില്ലാത്തതുകൊണ്ട് അതെഴുതി വെക്കാൻ ചുമതലപ്പെടുത്തപ്പെടുന്ന വലിയായ ആൾ, ഫൽയുംലിൽ വലിയുഹു ബിൽ അദ്ൽ, ആ എഴുതി വെക്കുന്നതിൽ, അവന്റെ അവകാശത്തെ എഴുതി വെച്ച് സൂക്ഷിക്കുന്നതിൽ അയാൾ നീതി പുലർത്തണം എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുണ്ട്. സാമ്പത്തിക വ്യവഹാരങ്ങൾ പിന്നീടും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വെച്ച് തന്നെ ധാരാളം കാര്യങ്ങളിൽ
ഒരാൾ വസിയ്യത്ത് ചെയ്യുന്നതിന് സാക്ഷിയാകുന്ന ആളുകളോട് നീതി പുലർത്തണമെന്ന നിർദ്ദേശം. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിന്റെ ഒന്നും സാന്നിധ്യമില്ലാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടുന്ന, വ്യക്തി ജീവിതത്തിൽ സ്ഥാപിക്കേണ്ടുന്ന, പുലർത്തേണ്ടുന്ന നീതിയുടെ വശങ്ങൾ, തലങ്ങൾ അതിവിശാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത്, അനീതിക്കെതിരായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എന്ന് പറയുന്നത്, അതൊന്നാമതായി നമ്മളിലേക്കാണ് തിരിയേണ്ടത്. അതിനപ്പുറമുള്ളതൊക്കെ അവിടെ പ്രസക്തമായിരിക്കെ തന്നെ ഇത് വളരെ പ്രസക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മാർഗത്തിൽ ഒന്നാമതായി നമുക്ക് നേരെ വിരൽ ചൂണ്ടാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മതലങ്ങളിൽ നമ്മൾ പുലർത്തിപ്പോരുന്ന അനീതികളെയും അന്യായങ്ങളെയും ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം വിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിഖ്യാതരായ മുഫസ്സിറുകൾ, സഹാബികളടക്കം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയിട്ടുള്ള അജ്മഉ ആയത്തിൻ ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള ആയത്ത് നമുക്കൊക്കെ സ്ഥിരമായി കേട്ട് പരിചയമുള്ള, പലപ്പോഴും ഖുതുബകളിലൊക്കെ ഓതി കേൾപ്പിക്കപ്പെടുന്ന ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ, അല്ലാഹു കൽപ്പിക്കുന്ന നന്മകളിൽ ഏറ്റവും സമഗ്ര സ്വഭാവമുള്ള, മൊത്തത്തിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന നന്മകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആ മൊത്തം നന്മകളെ 3 നന്മകളിലേക്ക് കേന്ദ്രീകരിച്ചാൽ, ചുരുക്കിയാൽ അതിലൊന്ന് നീതിയാണ്, രണ്ടാമത്തത് ഇഹ്സാനാണ്, മൂന്നാമത്തത് ഈതാഇൽ ഖുർബ, ബന്ധമുള്ള ആളുകൾ, പരിചയക്കാരായ ആളുകൾ, തങ്ങളുടെ കൂടെ ജീവിക്കുന്നവർ, ബന്ധുക്കളായ ആളുകൾ, അവരെ സഹായിക്കുക എന്ന് പറയുന്ന കാര്യമാണ്. മറുഭാഗത്ത് അള്ളാഹു നിരോധിക്കുന്ന, വിലക്കുന്ന തിന്മകൾ എന്ന് പറയുന്നത് വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അത് മ്ലേച്ഛതയാണ്, അശ്ലീലതകളാണ്, ആഭാസത്തരമാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത അറപ്പും അതുപോലെ തന്നെ വെറുപ്പുമുണ്ടാക്കുന്ന തിന്മകളാണ് അള്ളാഹു വിലക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് നേരത്തെ കൽപ്പിച്ച അതിലിന് വിരുദ്ധമായ ബഗിയാണ്, നേരത്തെ കൽപ്പിച്ച അതിലിന്റെ നേർവിപരീതമായ. അപ്പോ ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലിനെ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അനീതിയെ, അക്രമത്തെ അള്ളാഹു വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ എത്ര വലിയ സ്ഥാനമാണ് അതിലെന്ന നീതിക്ക്, അല്ലെങ്കിൽ അതിലെന്ന മൂല്യത്തിന്, നീതി എന്ന് പറയുന്ന ഗുണത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും പുനർവിചാരണക്ക്, ആത്മവിമർശനത്തിന് വിധേയമാക്കുകയും നമ്മൾ ആരോടൊക്കെയാണ് അറിഞ്ഞും അറിയാതെയും അനീതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനുമുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖാമത്തുദ്ദീനിനെ കുറിച്ച് സകലരുടെയും ഉത്തരവാദിത്തം അതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ച സൂറത്തു ശൂറയിലെ 13ാമത്തെ ആയത്തിന് ശേഷം 2 ആയത്തുകൾ കഴിയുമ്പോൾ 15ാമത്തെ ആയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സവിശേഷമായി അഡ്രസ് ചെയ്തുകൊണ്ട്, അഭിമുഖീകരിച്ചുകൊണ്ട് ഫലിദാലിക ഫദ്ഉ ഫസ്തഖിം, തന്റെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. അതുകൊണ്ട് താങ്കൾ ഈ ദീനിലേക്ക്, താങ്കൾ സ്ഥാപിക്കേണ്ടുന്ന ഈ ദീനിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക, ജനങ്ങളെ ക്ഷണിക്കുക. വസ്തഖിം കമാ ഉമിർ, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ഉറച്ച് നേരായ വഴിയിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലാ തത്തബിഅ അഹ്വാഅഹും, മറ്റുള്ളവരുടെ ഇച്ഛകളെ താങ്കൾ പിൻപറ്റാൻ പാടുള്ളതല്ല. വഖുൽ, താങ്കൾ പ്രഖ്യാപിക്കണം ആമന്തു ബിമാ അൻസലല്ലാഹു മിൻ കിതാബിൻ, അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല വ ഉമിർതു ലിഅഅദില ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതി പാലിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വേദഗ്രന്ഥം എനിക്ക് അവതരിച്ചു കിട്ടിയിരിക്കുന്നു, ആ വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ
റസൂലിനെ കൊണ്ട് അല്ലാഹു പ്രസ്താവിപ്പിക്കുന്നത് നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാനും നീതി സ്ഥാപിക്കാനുമാണ് ഞാൻ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക്, ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. പിന്നീട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഈ ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ അനുകൂലവും പ്രതികൂലവുമായി വരുന്ന സാക്ഷ്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഒക്കെ പറഞ്ഞതിന് ശേഷം ആ ആവത്തിന്റെ അവസാനത്തിൽ അല്ലാഹു യജ്മഉ ബൈനനാ, അള്ളാഹു നമ്മളെയൊക്കെ അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. വ ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് യഥാർത്ഥത്തിൽ മടക്കം, അവസാനത്തെ മടക്കം അവനിലേക്കാണ്. ആ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ മടങ്ങിച്ചെന്നാൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. എല്ലാ അനീതികളിലും എല്ലാ അന്യായങ്ങളിലും വളരെ സൂക്ഷ്മമായി അത് വിചാരണക്കെടുക്കുകയും അതിന് അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. അള്ളാഹു അക്കാര്യങ്ങളിൽ ഒരിക്കലും ഒരാളോടും പക്ഷപാതപരമായി പെരുമാറുകയില്ല. അള്ളാഹു ഒരിക്കലും അനീതിയോടുകൂടി ഒരാളോടും പെരുമാറുകയില്ല. അള്ളാഹുവിന്റെ കണ്ണ് ആളെ നോക്കാതെ, തരം നോക്കാതെ അള്ളാഹു നീതി നടപ്പാക്കുന്ന ഒരു ദിവസം കടന്നു വരാനുണ്ട്. ആ ദിവസം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എണീറ്റ് നിർത്തപ്പെടാനുണ്ട് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്തയിലൂടെയാണ് നമ്മളിൽ നീതിബോധം വളർത്താൻ, നീതിബോധം ഊട്ടിയുറപ്പിക്കുവാൻ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നമുക്ക് കരുത്ത് പകരാൻ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ രീതിയാണ് ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നീതിബോധമുള്ളവരാവുക എന്നത് വളരെ പ്രധാനമാണ്. അത് നീതിയെക്കുറിച്ചുള്ള, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിന് നൽകുന്ന പരിഗണനയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ്. ആ നീതിബോധം മാത്രം ഉണ്ടായാൽ മതിയാവുകയില്ല. അത് സൂക്ഷ്മാർത്ഥത്തിൽ പ്രയോഗിക്കാനുള്ള നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ഒക്കെ നമുക്ക് അധികാരമുള്ള സകലയിടത്തും, നമുക്ക് സ്വാധീനമുള്ള സകലയിടത്തും നീതി സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക. അതിന്റെ വഴിയെ, അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു കരുത്തിൽ നിന്ന് മാത്രമാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന വലിയ അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ, പോരാടാൻ, നീതി തിരിച്ചു സ്ഥാപിക്കാൻ ഒക്കെയുള്ള കരുത്ത് നമുക്ക് കൈവരികയുള്ളൂ. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധികാരവും സ്വാധീനമുള്ളിടത്ത് അനീതിയുടെ വക്താക്കളായി മാറുകയും എന്നിട്ട് ലോകത്തെ അനീതി മുഴുവൻ നമുക്ക് തകർത്ത് തോൽപ്പിച്ചു കളയാൻ കഴിയുമെന്ന് വ്യാമോഹിക്കുകയും ചെയ്യുന്നത് മൂഢമായ കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നീതിയെ മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് സാക്ഷിയാവുക, സാക്ഷികളാവുക, നീതിക്ക് അതുപോലെ തന്നെ അള്ളാഹുവിന് സാക്ഷിയാവുക, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. ഇതേ സ്വഭാവത്തിൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞവരാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് പോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, നിങ്ങൾ അള്ളാഹുവിന് സാക്ഷികളാകുന്നത് പോലെ നീതിക്ക് സാക്ഷികളാകണം എന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് എന്ന് നമ്മൾ അറിയുക. ആ മാർഗത്തിൽ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തത്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ മഹല്ല് ഖാദി ബഹുമാന്യനായ എം ഐ അബ്ദുൽ അസീസ് സാഹിബിന്റെ അഭിമന്യനായ പിതാവ് എം കെ ഇബ്രാഹിം മാസ്റ്റർ ഇന്നലെ മരണപ്പെടുകയും ഖബറടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ ധന്യമായ ദീർഘായുസ്സോടുകൂടിയുള്ള ഒരു ജീവിതത്തിന് ശേഷം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായി 29 മക്കളുടെ പിതാവായ ആ മക്കളെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇസ്ലാമിന്റെ പാതയിൽ വളർത്തുന്നതിൽ വിജയിച്ച ഒരഭിവന്ദ്യനായ പിതാവിന്റെ മരണം, അതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും അല്ലാഹു പരിപൂർണ്ണ പ്രതിഫലാർഹമായ സൽക്കർമ്മങ്ങളായി സ്വീകരിച്ച്
അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതത്തിലും പരലോക ജീവിതത്തിലുമൊക്കെ തുണയാകുന്ന വിധത്തിൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വ്യസനിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കൾ, പേരമക്കൾ, ധാരാളം കണക്കായ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എല്ലാവർക്കും സ്വബറും ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബർ ജീവിതങ്ങളിൽ സുഖവും സന്തോഷവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അത്തരമൊരു ജീവിതാവസ്ഥയിലേക്ക് അറിയാതെ നനച്ചിരിക്കാതെ നമ്മളും വഴിമാറ്റപ്പെടും. അത്തരം സന്ദർഭത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മോടും കരുണ കാണിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ആരോഗ്യപരമായ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, ഈ പള്ളിയിൽ സ്ഥിരമായി നമ്മുടെ കൂടെ ജുമുഅക്ക് പങ്കെടുത്തിരുന്ന, നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്ന മുമ്മുണ്ണി മൗലവി അടക്കമുള്ള ആളുകൾ, അള്ളാഹു അവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടുവിൽ ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം പരലോകത്ത് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ ശ്രേഷ്ഠരായ സജ്ജനങ്ങൾക്കൊപ്പം ഒരുമിച്ച് ചേരാനുള്ള ഭാഗ്യം നൽകി റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين اللهم ارحم آباءنا وأمهاتنا رب ارحمهم كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المظلومين المستضعفين في غزة اللهم إنا نشكو إليك ضعف قوتهم وقلة حيلتهم وهوانهم على الناس فلا تكلهم إلى أنفسهم ولا إلى غيرهم طرفة عين ولا أقل من ذلك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين. الله أكبر الله أكبر أشهد أن لا إله إلا